going to take the next topic, that is distributivity of vector product over additions. Distributivity of vector product over addition. In this case, if vector A, B and C are any three vectors and lambda be a scalar, എന്താണ് ഈ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് വെക്റ്റർ പ്രോഡക്റ്റ് ഓവർ, അതായത് അഡീഷണൽ വെക്റ്റർ പ്രോഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി, അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് കേസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, വെക്റ്റർ എ, വെക്റ്റർ ബി, വെക്റ്റർ സി എന്ന് പറയുന്നത് ഒരു വെക്റ്ററാണ്. അതേപോലെ തന്നെ ലാംഡ എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ആണെങ്കിൽ ഈ രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഫസ്റ്റ് കേസ് എന്താ പറഞ്ഞിരിക്കുന്നത്, വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ ബി പ്ലസ് സി. ക്ലിയർ ആയോ? വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്, വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ സിയോട് തുല്യമാണ്. ക്ലിയർ ആയോ? ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. എന്താണ്, വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ ബി പ്ലസ് സി എന്ന് പറയുന്നത് വെക്റ്റർ എ ഇൻറ്റു ബി പ്ലസ് വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ സിയോട് തുല്യമാണ്. സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ലാംഡ ഇൻറ്റു വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ ബി എന്ന് പറയുന്നത് ലാംഡ വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ ബി. ക്ലിയർ ആയോ? അതായത് ആദ്യം വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ ബി നമ്മൾ കണ്ടുപിടിക്കുക, ദെൻ നമ്മൾ ലാംഡയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടുന്ന വാല്യൂ എന്തിനോട് തുല്യമാണ്, ലാംഡ വെക്റ്റർ എ കണ്ടുപിടിച്ചിട്ട്, അതായത് വെക്റ്റർ എയുടെ കൂടെ ആദ്യം ലാംഡ കണ്ടുപിടിച്ചിട്ട് ദെൻ അതിനെ വെക്റ്റർ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് തുല്യമാണ്. ഇനി ഇത് ഏതിനോടും തുല്യമാണ്, ലാംഡ ഇൻറ്റു വെക്റ്റർ ബി കണ്ടുപിടിച്ചിട്ട്, അതായത് വെക്റ്റർ ബിയുടെ കൂടെ ലാംഡ ആഡ് ചെയ്യുന്നു, ദെൻ എഗെയിൻ വെക്റ്റർ എയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻറ്റു ചെയ്യുന്നു, അതിനോട് തുല്യമാണ്. അപ്പോൾ രണ്ട് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിച്ചത്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി എന്ന് പറയുന്നത് വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ സിയോട് തുല്യമാണ്. സെക്കൻഡ് വൺ പറയുന്നത് ലാംഡ ബി എ സ്കെയിലർ, ലാംഡ ഒരു സ്കെയിലർ ആണെങ്കിൽ ലാംഡ ഇൻറ്റു വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ ബി എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്, ലാംഡ വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ ബി ഇസ് ഈക്വൽ ടു വെക്റ്റർ എ ഇൻറ്റു ലാംഡ വെക്റ്റർ ബി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് രണ്ട് വെക്ടേഴ്സ് തന്നു, വെക്റ്റർ എയും വെക്റ്റർ ബിയും നമുക്കൊരു കമ്പോണൻറ്റ് ഫോമിലേക്ക് തന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം, മെട്രിക്സ് ഫോമിലേക്ക് നമുക്ക് എഴുതാം. ക്ലിയർ ആയോ? നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് വെക്റ്റർ എ വെക്റ്റർ ബി എ നമ്മൾ കമ്പോണൻറ്റ് ഫോമിലേക്ക് എഴുതി, ദാറ്റ് ഈസ് A1 i cap പ്ലസ് A2 j cap പ്ലസ് A3 k cap. അതുപോലെ തന്നെ B1 i cap പ്ലസ് B2 j cap പ്ലസ് B3 k cap. A1 A2 A3 എന്നുള്ളത് ആ കമ്പോണൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. അതുപോലെ തന്നെ B1 B2 B3 എന്നുള്ളത് കമ്പോണൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, മെട്രിക്സ് ഫോമിലേക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ്, വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ ബി എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം, നോക്കിയേ, വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ ബി എ നമുക്ക് എങ്ങനെ എഴുതാം. ഫസ്റ്റ് നമ്മളുടെ എന്ത് ചെയ്യുന്നു, ഐ ജെ കെ നമ്മൾ കൺസിഡർ, അതായത് യൂണിറ്റ് വെക്ടേഴ്സ് നമ്മൾ എഴുതും, ഐ ജെ കെ. ദെൻ കറസ്പോണ്ടിങ് ആയിട്ട് എ വെക്റ്ററിൻ്റെ വാല്യൂ എന്താണ്, ആദ്യം A1, സെക്കൻഡ് A2, ദെൻ A3. അപ്പോൾ അത് നമ്മൾ സെക്കൻഡ് റോയിൽ എഴുതി A1 A2 A3. ഓക്കെ, തേർഡ് എന്താ പറഞ്ഞത്, ബി വെക്ടർ ആണ് അല്ലേ, വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ ബി. അപ്പോൾ തേർഡ് നമ്മൾ ബി വെക്ടറിൻ്റെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതും, B1 B2 B3. അത് നമ്മൾ തേർഡ് റോ ആയിട്ട് എഴുതി B1 B2 B3. ക്ലിയർ ആയോ? ഇനി എങ്ങനെയാണ് ഈ ഫോമിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ ബി എങ്ങനെ നമുക്ക് മെട്രിക്സ് ഫോമിൽ ഇങ്ങനെ വരുന്നു, ഇത് വരുമ്പോൾ എങ്ങനെ വരും, ഫസ്റ്റ് നമ്മൾ മെട്രിക്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ഇത് വരും അല്ലേ, അതായത് A2 ഇൻറ്റു B3 മൈനസ് A3 ഇൻറ്റു B2. അങ്ങനെ ഓരോന്ന് നമുക്ക് ചെയ്യാം അല്ലേ. ജെയുടെ ചെയ്യുമ്പോൾ എങ്ങനെ വരും, ജെ ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത്, ജെയുടെ ടേം മാറും, ദെൻ A1 ഇൻറ്റു B3 മൈനസ് A3 ഇൻറ്റു B1. കെ വരുമ്പോൾ എങ്ങനെ വരും, A1 ഇൻറ്റു B2 മൈനസ് A2 ഇൻറ്റു B1. ഈ രീതിയിലാണ് മെട്രിക്സ് ഫോം നമ്മൾ ചെയ്തല്ലേ. അപ്പോൾ ആ ഫോമിലേക്ക് ഇനി എങ്ങനെയാണ് നമ്മൾ എത്തിച്ചേരുന്നത് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ് നെക്സ്റ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം അതൊന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കിയ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, എല്ലാവരും ഒന്ന് നോക്കിക്കേ.
ഫസ്റ്റ് വെക്റ്റർ എ എന്ന് പറഞ്ഞ് എഴുതിക്കേ A1 I പ്ലസ് A2 J ക്യാപ് പ്ലസ് A3 K ക്യാപ്. വെക്റ്റർ ബി എന്ന് പറയുന്നത് എന്തുവരും B1 I ക്യാപ് പ്ലസ് B2 J ക്യാപ് പ്ലസ് B3 K ക്യാപ്. സാധാരണയായിട്ട് വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം A1 എന്താ ചെയ്യുന്നത്? A1 ഇൻറ്റു B1 എന്ത് വരും? സോറി A1 B1 I ക്യാപ് പ്ലസ് A2 A1 I cap plus A2 J cap plus A3 K cap into B1 I cap plus B2 J cap plus B3 K cap. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? A1 കൊണ്ട് സെക്കൻഡ് 3 ടേം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ? അപ്പോൾ എന്ത് വരും? A1 ഇൻറ്റു B1 I cap I ഇൻറ്റു I വരും. ഓക്കെ, പ്ലസ് അടുത്ത എന്ത് വരും? A1 I cap ഇൻറ്റു B2 J. അപ്പോൾ A1 B2 ഇൻറ്റു എന്ത് വരും? I ഇൻറ്റു J. ഓക്കെ, ഇനി അടുത്ത എന്താ വരുന്നത്? A1 B3. അപ്പോൾ എങ്ങനെ വരും? A1 B3 ഇൻറ്റു I ഇൻറ്റു K. അടുത്ത ടേം ഏതാ വരുന്നത്? A2 പ്ലസ് അടുത്ത എന്തായിരുന്നു? A2 എടുക്കുന്നത് അല്ലേ? ഇനി അപ്പം A2 വരുമ്പോൾ എങ്ങനെ വരും? A2 B1 J ഇൻറ്റു I പ്ലസ് A2 B2 J ക്യാപ് ഇൻറ്റു J ക്യാപ്. ക്യാപ് ഇടണം കേട്ടോ എല്ലായിടത്തും. J cap into J cap plus A2 B3. A2 എന്ന് പറയുന്നത് J, B3 എന്ന് പറയുന്നത് K. അപ്പോൾ എന്താ? J cap into K cap. ഓക്കെ, ദെൻ പ്ലസ് അടുത്ത എന്ത് ചെയ്യുന്നു? A3 ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ. അപ്പം A3 B1 K into I അല്ലേ? K cap into I cap പ്ലസ് A3 B2 എന്ത് വരും? A3 B2 എന്ന് പറയുന്നത് K cap ഇൻറ്റു J cap. K cap ഇൻറ്റു J cap പ്ലസ് അടുത്ത എന്താ വരുന്നത്? A3 B3 അല്ലേ? A3 ഇൻറ്റു B3 K cap ഇൻറ്റു K cap. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. നമുക്കറിയാം I ഇൻറ്റു I എന്ന് പറയുന്നത് എന്താ വരുന്നത്? വെക്റ്റർ പ്രോഡക്റ്റിൽ I ഇൻറ്റു I എന്ന് പറയുന്നത് 0 വരും, J ഇൻറ്റു J എന്ന് പറയുന്നത് 0 വരും, K ഇൻറ്റു K എന്ന് പറയുന്നത് 0 വരും. അപ്പം ഈ ടേംസ് എല്ലാം എന്ത് ചെയ്യും? കട്ടായി പോകും അല്ലേ? 0 ഇൻറ്റു 0 തന്നെ കട്ടല്ലേ? J ഇൻറ്റു J വരുന്നത് എവിടെ? ഇത് കട്ടാവും. K ഇൻറ്റു K എന്ന് പറയുന്നത് ഇതും കട്ടാവും. റിമൈനിങ് എന്താ ഉള്ളത്? A1 B2 I ഇൻറ്റു J പ്ലസ് A1 B3 I ഇൻറ്റു K പ്ലസ് A2 B1 J ഇൻറ്റു I, A2 B3 J ഇൻറ്റു K, പിന്നെ A3 B3 K cap ഇൻറ്റു I cap അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത എന്താ ചെയ്യേണ്ടത്? എടുത്തെഴുതണം അല്ലേ? A1 B2 I ഇൻറ്റു J cap എന്ന് പറഞ്ഞ് നമ്മൾ എന്താ പഠിച്ചേ? I ഇൻറ്റു J എന്താണ്? K cap. അപ്പം A1 B2 K cap പ്ലസ് അടുത്ത എന്താ? A1 B3 I ഇൻറ്റു K cap നമ്മൾ എന്താ പഠിച്ചത്? K ഇൻറ്റു I ആണ് നമ്മൾ J പഠിച്ചത് അല്ലേ? I ഇൻറ്റു K എന്ന് പറയുന്നത് എന്ത് വരും? അപ്പം മൈനസ് J വരും അല്ലേ? I ഇൻറ്റു K എന്ന് പറയുന്നത് മൈനസ് K ഇൻറ്റു I, ദാറ്റ് ഈസ് മൈനസ് J വരും. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കൊടുക്കുക? മൈനസ് J കൊടുക്കുക. അപ്പം എന്ത് വരും? മൈനസ് A1 B3 J cap. ഇനി അടുത്ത എന്താ? A2 B2 J ഇൻറ്റു I. J ഇൻറ്റു I എന്ന് പറഞ്ഞാൽ തിരിഞ്ഞാൽ വന്നിരിക്കുന്നത്. I ഇൻറ്റു J ആയിരുന്നു K cap പഠിച്ചത് അല്ലേ? ഇനി J ഇൻറ്റു I എന്ന് പറഞ്ഞാൽ എന്തിനും? മൈനസ് K cap വരും. അപ്പോൾ അവിടെ മൈനസ്
A2 B1 K cap. Then എന്താ ഉള്ളത് A3 B3 J cap into K cap എന്ന് പറയുന്നത് എന്താ വരുന്നത് I. അപ്പോൾ അത് കറസ്പോണ്ടിങ് ആയിട്ട് പ്ലസ് A2 B3 I cap. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവരിക. ക്ലിയർ ആയല്ലോ ഐയുടെയും ജെയുടെയും കാര്യം. അപ്പം ലാസ്റ്റ് ഫൈനലി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഫൈനലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ. ഫൈനലി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? A2 B3 മൈനസ് A3 B2 I cap മൈനസ് A1 B3 മൈനസ് A3 B1 J cap പ്ലസ് A1 B2 മൈനസ് A2 K1 K cap ഇങ്ങനെ കിട്ടും. ഇത് എന്തിനോട് തുല്യമാണ്? മെട്രിക്സ് IJK A1 A2 A3 B1 B2 B3യോട് തുല്യമാണ്. അതായത് നമ്മൾ ഫസ്റ്റ് A വെക്ടർ ഇൻറ്റു B വെക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയത് ഇതാണ്. ഈ ഫോം തന്നെയാണ്, അതായത് ഈ ആൻസർ തന്നെയാണ് മെട്രിക്സ് ഓഫ് ഈ ഇത് നമ്മൾ മെട്രിക്സിന്റെ രൂപത്തിൽ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ദാറ്റ് ഈസ് അത് വരും I ഇൻറ്റു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. I ഫസ്റ്റ് എന്ത് വരും? A2 B3 അല്ലേ? A2 B3 മൈനസ് A3 B2 അതാണ് ഫസ്റ്റ് ടേം. ഓക്കെ, ദെൻ അടുത്ത എന്തെടുത്തു? J എടുത്തു. J എന്ന് പറയുന്നത് എങ്ങനെ വരും? A2 എങ്ങനെ വരും? മൈനസ് J എന്ന് പറയുന്നത് ജെയുടെ ടേം ഇതങ്ങ് പോകും. അപ്പോൾ എന്ത് വരും? A1 B3 മൈനസ് A3 B1 അതാണ് സെക്കൻഡ് ടേം നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താ? കെയുടെ ടേംസ്. കെ എന്ന് പറയുമ്പോൾ ഇത് പോകും, ഇത് രണ്ടും വരും. അപ്പോൾ എന്ത് വരും? മൈനസ് K cap ഇൻറ്റു എന്താ വരുന്നത്? A1 B2 അല്ലേ? A1 B2 ഇൻറ്റു എന്ത് വരും? A2 മൈനസ് A2 B1 K cap എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വെക്റ്റർ A ഇൻറ്റു വെക്റ്റർ B ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഫോമിൻ്റെ തന്നെയാണ് കിട്ടിയത്? മെട്രിക്സ് ഫോം തന്നെയാണ് നമുക്ക് കിട്ടിയതല്ലേ? മെട്രിക്സിൻ്റെ സെയിം ആൻസർ തന്നെയാണ് നമുക്ക് എന്ത് കിട്ടിയേക്കുന്നത്? A1 A വെക്റ്റർ ഇൻറ്റു B വെക്റ്റർ ചെയ്യുമ്പോൾ കിട്ടിയത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരുന്നു നമ്മളിപ്പോൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. വെക്റ്റർ പ്രോഡക്റ്റിൻ്റെ I ഇൻറ്റു I J ഇൻറ്റു J K ഇൻറ്റു K എന്ന് പറയുന്നത് 0 ആണ്. സ്കെയിലാർ പ്രോഡക്റ്റിലാണ് സെയിം യൂണിറ്റ് വെക്റ്റേഴ്സ് വരുമ്പോൾ 1 ആയിട്ട് വരുന്നത്. വെക്റ്റർ പ്രോഡക്റ്റ് വരുമ്പോൾ അത് 0 ആണ്. അതുപോലെ തന്നെ ഐയും ജെയും ആണ് വരുന്നെങ്കിൽ K ആണ്. എന്നാൽ നേരെ തിരിച്ച് J ഇൻറ്റു I ആണ് വരുന്നെങ്കിൽ അത് മൈനസ് K ആണ്. അങ്ങനെ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ നോക്കാനായിട്ട്. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയെങ്കിലേ ഡൗട്ട്സ് ഉണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി എക്സാമ്പിളിലേക്കൊന്ന് പോയേ. ഫസ്റ്റ് എക്സാമ്പിളും സെക്കൻഡ് എക്സാമ്പിളും ഞാൻ ചെയ്തു തരാം. ഏരിയ ഓഫ് ട്രയാങ്കുലറും ഏരിയ ഓഫ് പാരലോഗ്രാമും നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോക്കിക്കേ. ഫൈൻഡ് മോഡുലസ് ഓഫ് വെക്റ്റർ A ഇൻറ്റു വെക്റ്റർ B എന്ന് പറയുന്നത് ഇഫ് വെക്റ്റർ Aയും തന്നു വെക്റ്റർ Bയും തന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? അതായത് ജസ്റ്റ് സിമ്പിളാണ് കേട്ടോ. 22nd എക്സാമ്പിൾ ആണ്. മോഡുലസ് ഓഫ് വെക്റ്റർ A ഇൻറ്റു വെക്റ്റർ B, അതായത് മെട്രിക്സ് ഫോമിലാണ് നമുക്ക് കാണേണ്ടത്. വെക്റ്റർ A എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നു? 2I cap പ്ലസ് J cap പ്ലസ് K cap തന്നു. വെക്റ്റർ B എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നു? 3I cap പ്ലസ് 5J cap മൈനസ് 2K cap തന്നു. അപ്പോൾ നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതുന്നത് എങ്ങനെ വരും? വെക്റ്റർ A ഇൻറ്റു വെക്റ്റർ B യെ മെട്രിക്സ് ഫോം എഴുതുമ്പോൾ ആദ്യം I J K എഴുതുക. ദെൻ ഫസ്റ്റ് ടേം വെക്റ്റർ എയുടെ തന്നിരിക്കുന്നത് 2 1 1 സോറി 1 3 K cap ആണ് 3. അടുത്ത് വെക്റ്റർ B തന്നിരിക്കുന്നത് എന്താണ്? 3 5 മൈനസ് 2. ഇനി ഇത് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആയിട്ട് മെട്രിക്സ് ഫോമിൽ കണ്ടാൽ മതി. അപ്പോൾ എങ്ങനെ വരും? I ഇൻറ്റു ഫസ്റ്റ് വൺ എന്താണ്? 1 ഇൻറ്റു മൈനസ് 2 എന്ന് പറയുന്നത് മൈനസ് 2 മൈനസ് 3 ഇൻറ്റു 5 എന്ന് പറയുന്നത് 15. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അടുത്ത എന്താണ്? J. അപ്പോൾ എന്ത് വരും? മൈനസ് J ഇൻറ്റു J എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു മൈനസ് 2 എന്ന് പറയുന്നത് മൈനസ് 4. ദെൻ 3 ഇൻറ്റു 3 എന്ന് പറയുന്നത് മൈനസ് 9.
ഓക്കെ, അതായത് ഫസ്റ്റ് ടേം മൈനസ് സെക്കൻഡ് ടേം അല്ലേ. ദെൻ മൈനസ് കെ ക്യാപ്. കെ ക്യാപ് എന്ന് പറയുന്നത് എങ്ങനെ വരും? ഈ രണ്ട് ടേം ഫസ്റ്റ് 2 കോളംസ് എടുക്കുക. അപ്പോൾ എങ്ങനെ വരും? 2 × 5 10 മൈനസ് 3. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? -2 -15 എന്ന് പറയുന്നത് -17 ഐ ക്യാപ് വരും അല്ലേ. ആദ്യത്തേത് എന്ത് വരും? -17 ഐ ക്യാപ്. അടുത്തത് എന്താ വരുന്നത്? -4 -9 എന്ന് പറയുമ്പോൾ -13. മൈനസ് ഇൻറ്റു മൈനസ് വരുമ്പോൾ പ്ലസ് വരും. അപ്പോൾ അത് വരും +13j അല്ലേ. അടുത്ത എന്താ വരുന്നത്? -k cap ഇൻറ്റു 10 - 3. 10 - 3 എന്ന് പറയുന്നത് 7. അപ്പം 7 ഇൻറ്റു -k cap എന്ന് പറയുമ്പോൾ -7k cap. അപ്പോൾ വെക്ടർ എ ഇൻറ്റു വെക്ടർ ബി നമുക്ക് കിട്ടി. എന്താണ്? 17 ഐ ക്യാപ് പ്ലസ് 13j cap -7k cap എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇതിന്റെ മോഡുലസ് കാണും. മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു വെക്ടർ ബി എന്ന് പറയുമ്പോൾ √17² പ്ലസ് 13² പ്ലസ് -7². ആൻസർ നമുക്ക് എന്ത് കിട്ടി? √507. ക്ലിയർ ആയോ? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു വെക്ടർ ബി കാണാനാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം വെക്ടർ എ ഇൻറ്റു വെക്ടർ ബിയെ നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതി. ദെൻ മെട്രിക്സിൽ നമ്മൾ എന്ത് ചെയ്തു? പ്രോഡക്റ്റ് കണ്ടു. ഫൈനൽ ആൻസർ കിട്ടി. ദെൻ എഗെയിൻ നമ്മൾ അതിൻ്റെ മോഡുലസ് കണ്ടു. ക്ലിയർ ആയല്ലോ? എക്സാമ്പിൾ. ഇനി സെക്കൻഡ് എക്സാമ്പിൾ പറയുന്നത് എന്താണ്? ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ perpendicular to each of the vector a plus vector b and vector a minus vector b where a b where a യും ബിയും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത് വെക്ടർ എ മൈനസ് വെക്ടർ ബിയോട് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ എന്ത് വരണം? വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഇൻറ്റു വെക്ടർ എ മൈനസ് വെക്ടർ ബി 0 ആവണം അല്ലേ. അതല്ലയോ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 0 ആയിട്ട് വരണം. അപ്പം വെക്ടർ എ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ്. വെക്ടർ ബി നമുക്ക് തന്നു ഐ ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് 3k ക്യാപ്. ഇനി പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഇൻറ്റു വെക്ടർ എ മൈനസ് വെക്ടർ ബി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണെന്നു. സോ അത് 0 ആണ്. ഗിവൺ ഡേറ്റയാണ് ഇതല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കാണണം? വെക്ടർ എ പ്ലസ് വെക്ടർ ബി കാണണം. അപ്പോൾ വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുമ്പോൾ 1 + 1 എന്ന് പറയുന്നത് 2i ക്യാപ് പ്ലസ് 2 + 1 3j ക്യാപ് പ്ലസ് അടുത്ത 1 + 3 എന്ന് പറയുന്നത് 4k ക്യാപ്. നമുക്കപ്പോൾ എന്ത് കിട്ടി? വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത് 2i ക്യാപ് പ്ലസ് 3j ക്യാപ് പ്ലസ് 4k ക്യാപ് എന്ന് കിട്ടി. ഇനി നമ്മൾ എന്തെടുത്തു? വെക്ടർ എ മൈനസ് വെക്ടർ ബി കണ്ടു. അപ്പോൾ എന്തൊരു 1 - 1 0 0 എന്ന് പറയുമ്പോൾ 0i ക്യാപ്. അപ്പം 0i ക്യാപ് ആദ്യത്തേത് 0 ആയി. ദെൻ അടുത്ത എന്താ? 1 - 2 അതായത് വെക്ടർ എ മൈനസ് വെക്ടർ ബി. അപ്പോൾ 1 - 2 എന്ന് പറയുന്നത് -1 വരും. ദാറ്റ് ഈസ് -j ക്യാപ് അല്ലേ. അടുത്ത എന്താ? 1 - 3 ദാറ്റ് ഈസ് -2k ക്യാപ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ആദ്യം വെക്ടർ എ പ്ലസ് വെക്ടർ ബി ചെയ്തു. ദെൻ വെക്ടർ എ മൈനസ് വെക്ടർ ബി ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പോൾ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഇൻറ്റു വെക്ടർ എ മൈനസ് വെക്ടർ ബി. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? മെട്രിക്സ് ഫോം. ഇൻറ്റു വരുമ്പോൾ എന്ത് വരും? മെട്രിക്സ് ഫോം എഴുതും. ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ് എന്ന് എഴുതുന്നു. ആദ്യം എന്ത് ചെയ്യണം? വെക്ടർ എ പ്ലസ് വെക്ടർ ബി എഴുതും. അതിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? 2 3 4. അടുത്ത വെക്ടർ എ മൈനസ് വെക്ടർ ബിയുടെ കമ്പോണൻസ് ഏതൊക്കെയാണ്? 0 -1 -2. ദെൻ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ മോഡുലസ് കാണുന്നു. അങ്ങനെ യൂണിറ്റ് വെക്ടറായിട്ട് നമ്മൾ എടുക്കുന്നു. മനസ്സിലായോ? ഈ കിട്ടുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോർ എക്സാമ്പിൾ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ സി വെക്ടറായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് വെക്ടർ എടുക്കുന്നു. അപ്പോൾ യൂണിറ്റ് വെക്ടർ എടുക്കുന്നത് എങ്ങനെയാണ്? സി ക്യാപ് = സി വെക്ടർ ബൈ മോഡുലസ് ഓഫ് സി വെക്ടർ. കിട്ടുന്ന ആൻസറിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കണം. ദെൻ ഇക്വേറ്റ് ചെയ്ത് യൂണിറ്റ് വെക്ടറായിട്ട് എഴുതണം.
ക്ലിയർ ആയല്ലോ. ഇനി സെക്കൻഡ് വണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. ഇതേപോലെ തന്നെ 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് വെർട്ടിസസ് കണ്ടുപിടിക്കണം. ഓരോ പോയിന്റിന്റെ എ ബി സി ആയിട്ടാണ് തരുന്നത്. അപ്പോൾ ആദ്യം എ ബി കണ്ടുപിടിക്കണം, ദെൻ എ സി നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു അഡ്ജസൻറ്റ് സൈഡ്സ് അല്ലെ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഇവിടെ വരുമ്പോൾ എ ബി ഇൻറ്റു ബി സി. അപ്പോൾ ബി വരും എ ബി ഇൻറ്റു എ സി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ